ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2023 മോഡൽ ജൂപ്പിറ്ററിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ഒരു വർഷമായി ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഇപ്പോൾ ഞാൻ 33,399 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ജൂപ്പിറ്റർ. എല്ലാ രീതിയിലും നമുക്ക് മൈലേജ് വൈസ് ആയിക്കോട്ടെ, ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ജൂപ്പിറ്റർ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ആ ഒരു മൂല്യം കമ്പനി നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു മിഡിൽ ഓപ്ഷൻ വെഹിക്കിളാണ്. നമുക്കിതിൽ അനലോഗ് മീറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഡിജിറ്റൽ മീറ്ററൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾ മീറ്റർ കൺസോളിൽ നോക്കുകയാണെങ്കിൽ എക്കോ പവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇതിൽ നമുക്ക് എക്കോ മോഡൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ്. നമുക്കൊന്ന് മൈലേജ് കിട്ടണമെങ്കിൽ എക്കോയിലൊക്കെ പോകുന്നതാണ് നല്ലത്. പവറിലേക്ക് കഴിയുന്നതും നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. പവർ നമ്മൾ പെട്ടെന്നൊക്കെ പവർ കൊടുത്ത് വണ്ടി ഓവർ റേസിംഗ് ആക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ലൈറ്റ് കത്തും. അപ്പോൾ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതേ സ്ട്രെസ് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണെങ്കിൽ മൈലേജ് വലിയ രീതിയിൽ കിട്ടില്ല. ഞാൻ ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ എന്നാലും ഒരു 55-56 എന്നാലും 60യുടെ അടുത്ത് എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോളിൻ്റെ വില അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ നമ്മളുടെ മൈലേജ് കയറിക്കൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ മാക്സിമം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയായിരുന്നു എൻ്റെ കൺസേൺ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു സെർച്ചിങ്ങിൽ ജൂപ്പിറ്റർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ ആ ഒരു തീരുമാനം തെറ്റായിട്ടില്ല എന്ന് ജൂപ്പിറ്റർ തെളിയിച്ച് തന്നിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 60 ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആക്സസിനേക്കാളും 100% ഭേദമാണ് ജൂപ്പിറ്റർ. കാരണം ആക്സസ് എപ്പോഴും മെയിൻ്റനൻസ് ആണ്. പോരാത്തതിന് മൈലേജും ഇല്ല, മെയിൻ്റനൻസുമാണ്. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൂടെ പോയാൽ അപ്പം പുള്ളിക്കാരന് പെട്രോൾ വേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ജൂപ്പിറ്ററിലേക്ക് വരുന്നത്. അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കമ്പനി കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ നമ്മളുടെ ഇപ്പോൾ ഈ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫൈബർ പാർട്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ പാർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതുപോലെ ഈ ഫ്രണ്ടിലുള്ള ഭംഗി കൂട്ടാനായിട്ട് ഇവിടെ ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഊരി വീഴുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഇത് പക്ഷെ അത് ശരിയാക്കാൻ പറ്റുന്നില്ല. അത് ഉള്ളിലൊരു ചെറിയൊരു ഗാഡിയാണ്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ ഒട്ടിച്ചൊക്കെ നിർത്തുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാൽ അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാധ്യ സസ്പെൻഷനാണ്. നല്ല ഫീൽ തന്നെയാണ്. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു കംഫർട്ട് തന്നെയാണ് ഇത് തരുന്നത്. ആ കാര്യത്തിലൊക്കെ ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഏറ്റവും ദൂരം ഞാൻ ഈ വണ്ടിയിൽ പോയിട്ടുള്ളത് ഊട്ടിയിലേക്കാണ്. ഒരു 300 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരുവിധ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആക്സസിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ പെട്ടെന്ന് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്. ലോങ് ഡ്രൈവിനൊക്കെ പുള്ളിക്കാരൻ സൂപ്പറാണ്. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ കുറച്ചൊരു കുറവാണ്. 110 cc ആയതുകൊണ്ട് തന്നെ നമുക്ക് പവർ അത്ര പ്രതീക്ഷിക്കേണ്ട. ഒരു 60 എത്തിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്ര പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കും. പുതിയൊരു വണ്ടി നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഞാൻ ജൂപ്പിറ്ററാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്ന ഒരു വണ്ടി തന്നെയാണ് ജൂപ്പിറ്റർ. പിന്നെ നിങ്ങൾ ജൂപ്പിറ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സൈഡ് സ്റ്റാൻഡ് കിട്ടും. ആക്റ്റീവ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് സ്റ്റാൻഡ് ഉണ്ടാവില്ല. അത് പൈസ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരും. നിലവിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് കഴിഞ്ഞ വർഷം എടുത്ത സമയത്ത് ആക്റ്റീവയ്ക്ക് സൈഡ് സ്റ്റാൻഡ് ഇല്ല. സൈഡ് സ്റ്റാൻഡ് കണ്ടപ്പോൾ പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നു. അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം. പിന്നെ ഇതിൽ നമ്മൾ ഈ കീയിലേക്ക് വരികയാണെങ്കിൽ ഈ കീയിലാണ് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ചില സമയത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ഇത് കീ ഇട്ടിട്ട് ഈ ലെഫ്റ്റിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്കി ഓപ്പൺ ആവും. പക്ഷേ ഇത് ചില സമയത്ത് ഇത് ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു ആക്ഷൻ നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ചില സമയത്ത് കുറേ നേരം നമ്മളിതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെയിം ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്ക് തുറക്കണം. പക്ഷെ അതും തുറക്കും. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത് കിട്ടിക്കൊള്ളണമെന്നില്ല.
ഇത് കമ്പനിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ മൊത്തം കിറ്റ് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും ഞാനൊരു വർഷം കൂടി ആയിട്ടില്ല ഇത് കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത്. ഇതിപ്പോൾ താനെ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇപ്പോൾ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാനിത് മാറ്റിയിട്ടുമില്ല. താനെ അങ്ങ് ശരിയായതാണ്. അപ്പോൾ അതവർ മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നീട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് എനിക്കങ്ങ് പിടികിട്ടി. ഒരു നിദാനത്തിൽ വെച്ചൊരു തിരിച്ച സീറ്റ് അങ്ങ് ഓപ്പൺ ആവും. പിന്നെ ഞാനിതിൽ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്രോൾ ടാങ്ക് വരുന്നത് മൊത്തം പ്ലാസ്റ്റിക്കിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു മെറ്റലല്ല. അതുകൊണ്ട് തന്നെ റസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല നമുക്ക്. ആ ഒരു കാര്യത്തിൽ സേഫാണ്. ഈ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഇത്രയും ഡസ്റ്റും വൃത്തികേടും ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാണ് കാണുന്നത്. പിന്നെ അപ്പുറത്തേക്ക് അധികം വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ പെട്രോൾ അടിക്കേണ്ട സമയത്ത്. ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ ഈ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.8 ലിറ്ററാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ മെറ്റൽ പാർട്ടുകളാണ്. ഇതൊക്കെ മെറ്റൽ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി. മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു വട്ടം ഇത് സ്റ്റാൻഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ചെറുതായിട്ടൊന്ന് വീണിരുന്നു. അതിനുശേഷം പറ്റിയതാണ് ഈ ഒരു സംഗതിയൊക്കെ. പക്ഷേ ചെറുതായി ഒന്നും ചതുങ്ങിയെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയൊരു ചതക്കമുള്ളൂ, വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നേരെ മറിച്ച് അതൊരു ഫൈബർ പാർട്ടാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് ഇവിടെ വീട്ടിലുള്ള ഒരു പൂച്ചയുടെ ലീലാവിലാസങ്ങളാണ് ഈ കാണുന്നത്. മുഴുവൻ വന്നിട്ട് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട് പൂച്ച. ഒരു ഡ്രാഗൺ പൂച്ചയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ സ്ക്രാച്ച് ആക്കണമെങ്കിൽ ഒരു സാധാരണ പൂച്ചയ്ക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത് ഹാൻഡ് ലോക്ക് ആക്കണമെങ്കിൽ നമ്മൾ എല്ലാ വണ്ടികളിലും ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. എല്ലാ വണ്ടിയിലും സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ ഉണ്ടാവും ഒരു അത്ര സ്മൂത്തായിട്ട് സംഗതി അങ്ങോട്ട് ലോക്കാവുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്നാണ് ഈ താക്കോല് പൊട്ടി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് LED ഹെഡ്ലൈറ്റാണ് ഇത് വരുന്നത്. പിന്നെ ഒരു TVS എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെയും TVSൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടീൻ്റെ ഒരു ലുക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാഡ്ജിങ് തന്നെയാണ് ഇത്. പിന്നെ അതുപോലെ ഈ ബൂട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു സാധനം തന്നെയാണത്. അതുപോലെ ഈ ഒരു പോക്കറ്റ് നമുക്ക് കമ്പനി വണ്ടി എടുക്കുമ്പോൾ തന്നെ അതിൽ ഇൻബിൽഡായിട്ട് തരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണത്. നമുക്കിപ്പോൾ ഞാൻ ആ സമയത്ത് നോക്കിയ പല വണ്ടികൾക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ അഡീഷണൽ ആക്സസറീസിൽ വരുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് സ്പോട്ട് ഉണ്ട്. 3 kg ആണ് അവർ മാക്സിമം ഇതിൽ കപ്പാസിറ്റി പറയുന്നത്. ഞാൻ ഇതുവരെ ഇതിൽ ഹാങ് ചെയ്തിട്ടൊന്നുമില്ല ഒരു കാര്യവും. 3 kg എനിക്ക് കണ്ടിട്ടൊരു 3 kg ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ഹാങ്ങിങ് സ്പോട്ട് ഉണ്ട്. ഇതിലും 3 kg തന്നെയാണ് ഒരു കപ്പാസിറ്റി പറയുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനുള്ളൊരു പോയിൻ്റാണിത്. നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാവുന്നതാണ്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഹാലജൻ ലൈറ്റുകൾ തന്നെയാണ് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് വരുന്നത്. ഹെഡ്ലൈറ്റ് മാത്രമാണ് നമുക്ക് LED ലൈറ്റ്സ് വരുന്നത്. മറ്റൊന്ന് ഹെഡ്ലൈറ്റ് നമ്മൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കത്തില്ല. വണ്ടി സ്റ്റാർട്ടാക്കിയെങ്കിൽ മാത്രമേ ഹെഡ്ലൈറ്റ് കത്തുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന പല വണ്ടികൾക്കും നമ്മൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കത്തുന്നതാണ്. പക്ഷേ ഇതിനങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ സ്റ്റാർട്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂ. പിന്നെ അതുപോലെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ഈ ഒരു സിഗ്നലായിട്ട് നമുക്കിങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും ഞാനൊക്കെ സ്റ്റാൻഡ് തട്ടാണ്ടാണ് പണ്ടുള്ള ആക്സസിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ വിശാലമായ പാർക്കിംഗ് എന്ന് പറഞ്ഞ പോലെ വിശാലമായ സ്റ്റോറേജാണ് നമുക്ക് ഇതിലുള്ളത്. ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇതിൽ കയറുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റൊരു സ്റ്റോറേജ് സ്പേസും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസാണ്. എൻ്റെ റെയിൻകോട്ടാണ് ഞാനിപ്പോൾ ഇതിൽ സൂക്ഷിച്ചത്. കാരണം മഴ എപ്പോഴാണ് പെയ്യാന്ന് അറിയാത്തതുകൊണ്ട് മഴയ്ക്ക് പോലും അറിയില്ലല്ലോ ഇപ്പോൾ മഴ എപ്പോഴാണ് പെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് എനിക്ക് നല്ല ഉപകാരത്തിൽ പെട്ടിട്ടുണ്ട്.
എല്ലാവർക്കും ഒരു വലിയൊരു ഉപകാരം തന്നെയായിരിക്കും ഈ ഒരു ബോക്സ്. ചെറിയൊരു ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ, ചെറിയൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടയ്ക്കണമെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഫോൾഡ് ചെയ്താലേ ഇതിനിപ്പോൾ കയറുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സീറ്റിൻ്റെ അടിയിലായിട്ട് തന്നെ ഇങ്ങനെയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തർധാരയിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റോറേജ്, പിന്നെ ആ ചെറിയൊരു ബോക്സ്, മറ്റൊന്നും ഇതിൻ്റെ ഉള്ളിനെ കുറിച്ച് പറയാനായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.